ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ഡ്രീം ലേഡി ഡിസൈൻസ്. ഞാൻ ഈ ഒരു ക്ലോത്ത് ഒരു 4-5 മാസം മുന്നേ വാങ്ങി വെച്ച ക്ലോത്താണ് കേട്ടോ. വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ട് തന്നെ വാങ്ങിയതാണ്. ഇതിൻ്റെ കളർ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ ഇന്നിത് ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, എൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ടാണ്. ആൾക്ക് പെട്ടെന്നൊരു കല്യാണം ശരിയായിട്ടുണ്ടായിരുന്നു. ആളുടെ കസിൻസിൻ്റെ കേട്ടോ. അപ്പോൾ അവൾക്ക് ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം എൻ്റെ കയ്യിലുള്ള ഈ ക്ലോത്ത് അവൾക്ക് കൊടുത്തു. അവളും ഈ കളറിൽ ഓക്കെ ആയിരുന്നു. അപ്പോൾ സാധാ ഒരു അനാർക്കലി ഗൗണാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കത് ചെറുതായിട്ടൊന്ന് മിനുക്ക് പണികൾ ചെയ്യാനുണ്ട്. ആകെ ഒരാഴ്ച ഗ്യാപ്പുള്ളൂ. അതിനിടയിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്യാനും വർക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ വർക്ക് അവൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയ രീതിയിൽ സിമ്പിളായിട്ട് എന്തെങ്കിലും ലേസൊക്കെ വെച്ച് ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു റോസ് കളറായിരുന്നു ഇതിക്ക് മാച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഭയങ്കരമായിട്ട് എടുത്ത് കാണുന്നതുകൊണ്ട് ആ ഒരു റോസ് ത്രെഡ് ഞാൻ മാറ്റി വെച്ചിട്ട് ഈ ബ്ലൂവിൻ്റെ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും വെച്ചിട്ടാണ് കേട്ടോ ത്രെഡ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഒരു സിൽവർ ടച്ച് വരുന്ന ഒരു പേൾസും കൂടി ഇതിന് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മൾ നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു ലേസാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് വർക്കൊന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവളുടെ നാത്തൂൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അത്യാവശ്യം തിളങ്ങേണ്ട ഒരു ആൾ തന്നെയാണ് കേട്ടോ അവൾ. അതുകൊണ്ട് തന്നെ ഹെവി വർക്ക് തന്നെ വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരാഴ്ചത്തെ ക്യാപ്പിനുള്ളിൽ എനിക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഒരാഴ്ചൻ്റെ ഉള്ളിൽ നമുക്കൊന്നും ഹെവി വർക്ക് ചെയ്യാൻ തുനിഞ്ഞു നിന്നാൽ പിന്നെ അത് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവൾ എൻ്റെ മേത്തേക്ക് എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്പ്രെഡായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ നെക്കിൻ്റെ ഭാഗത്തൊക്കെ കൊടുത്താൽ നമ്മൾ ഷാളിട്ട് കഴിഞ്ഞാൽ ആ വർക്കൊന്നും കാണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ലേസും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ബാക്കി ഇതേപോലെ നമ്മൾ ഒരു ഫ്ലവർ ചെയ്തെടുത്തിട്ട് നമ്മൾ ലീഫ് ടൈപ്പാണ് കേട്ടോ ഒരു ലേസ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ലേസിൻ്റെ ലീഫ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഇങ്ങനെ ഫ്ലവർ കൊടുത്തിട്ട് ആ ഫ്ലവറിന് ഞാനിതാ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ലേസ് വരുന്നത്. ആ ലേസിൻ്റെ ലീഫ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഈ ഓരോ ഫ്ലവേഴ്സിനും ഈ ലീഫ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാമത് ടൈമിൻ്റെ ഒരു വിഷയം കൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അല്ലെങ്കിൽ ഞാൻ വേറെ കട്ട് പീറ്റ്സൊക്കെ വെച്ചിട്ട് ലീഫ് കൊടുക്കാനാണ് ആദ്യം വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ടൈം ഒട്ടും ഉണ്ടായിരുന്നില്ല. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന് ഒരാഴ്ചയിൽ 2-3 ദിവസം അതിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കണ്ടേ. ഈ ലേസുമെന്ന് ഈ ലീഫൊക്കെ എനിക്ക് കട്ട് ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായത് എൻ്റെ മോനായിരുന്നു കേട്ടോ. കാരണം എല്ലാം കൂടെ എന്നെക്കൊണ്ട് ആ ഒരു 3-4 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവനായിരുന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. എന്തായാലും അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പുകളൊക്കെ അവൻ ചെയ്യാറുണ്ട് കേട്ടോ ഈ ഒരു കാര്യത്തിൽ. എന്നാൽ മറ്റുള്ളവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവനും ചെയ്യാറുണ്ട്. അത് ഹെൽപ്പല്ല എന്ന് മാത്രമേ. എങ്ങനെയൊക്കെയാണെങ്കിലും മോൻ്റെ സഹായത്തോടെ ഞാൻ ഈ ഒരു വർക്ക് എന്തായാലും അവളുടെ പ്രോഗ്രാമിൻ്റെ തലേന്നായിട്ടാണെങ്കിലും ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ആളുടെ വീട്ടുകാർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടെന്ന് പറഞ്ഞത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം നമ്മൾ എന്ത് ഹാർഡ് വർക്ക് ചെയ്താലും അതിന് പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോണ്ട് കിട്ടുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിനൊരു ചെറിയൊരു നെഗറ്റീവ് കിട്ടിയാൽ മതി, നമ്മൾ അപ്പം ഡെസ്പാവും. പിന്നെ നമുക്ക് അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റേ പോയി കിട്ടും. ഞാൻ എന്തായാലും അങ്ങനെയാണ് കേട്ടോ. എനിക്ക് എന്തായാലും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു ഉന്മേഷം അത് എനിക്കല്ല വേറെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ടോപ്പിലെ വർക്കൊക്കെ കഴിഞ്ഞ് ഷാള് ലേസ് വെച്ച് കൊടുക്കാനുണ്ടായിരുന്നു. അതെനിക്ക് എൻ്റെ അമ്മോസങ്ങാക്കിയാണ് കേട്ടോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് അത് അടിക്കാനുള്ള ടൈമും കൂടി ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേരുടെ ഹെൽപ്പോടെയാണ് ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ലേസ് വാങ്ങി കൊടുത്താൽ എനിക്കിത് വർക്ക് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് സ്റ്റിച്ച് ചെയ്ത് പെട്ടെന്ന് തരാൻ പറഞ്ഞു. ലേസൊക്കെ ഞാൻ വെച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് അടിക്കാൻ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉപ്പാനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷാളിൻ്റെ മൊത്തം ഫുൾ സൈഡും ഉപ്പയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് സ്ലീവാണ്. സ്ലീവ് ഇങ്ങനെ ചുരി സ്ലീവാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. സ്ലീവിൻ്റെ എൻ്റെ പോർഷനിൽ ഇതുപോലെ ലേസ് വെച്ചിട്ടുണ്ട്. അത് സ്റ്റിച്ച് ചെയ്യാൻ ടൈമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാനത് തുന്നി കൊടുക്കുന്നത്. ഇത് നമ്മുടെ ലേസിലെ ബാക്കിയാണ് കേട്ടോ. നമ്മൾ ആ ലീഫൊക്കെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി ഭാഗമാണ്. അപ്പോൾ അത് വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വി നെക്കാണ് കൊടുത്തിട്ടുള്ളത്. ആ വി നെക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ കൊടുത്തിട്ടാണ്. കാരണം ആ ലേസിൻ്റെ ഫുൾ ഭാഗം നമ്മൾ കഴുത്തിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഹെവി ആയിട്ട് തോന്നും. അപ്പോൾ അവിടെ ഇതുപോലെ സിമ്പിളായിട്ട് എന്തായാലും ഈ ഒരു ലേസ് നമ്മളിനി വേറെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം ഞാൻ എന്തായാലും
ഒഴിവാക്കാനല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താ ജസ്റ്റ് നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് ഈ ഒരു ലേസ് വെച്ചുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ഞാൻ തുന്നി കൊടുക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം തീരെ ടൈം ഉണ്ടായിരുന്നു. ഇതൊക്കെ തലേന്നുണ്ടോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടിച്ചു കൊടുത്താലും നമുക്ക് പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് അത് തുന്നി കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 സ്ലീവും പിന്നെ നെക്ക് ഭാഗവും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിൽ കഴുത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് 2 വള്ളി കൊടുക്കുന്നുണ്ട് കെട്ടി വെക്കാൻ. അപ്പോൾ അതിന് ഹാങ്ങിങ് ആയിട്ട് ഈ 2 ഹാങ്ങിങ് ആണ് കേട്ടോ കൊടുക്കുന്നത്. ഇത് കുറച്ച് ഹെവി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചെയ്താൽ ഈ ഒരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടും നന്നായിട്ട് റിസ്ക് എടുത്ത് ഈ 3 ആൾക്കാരുടെ ഹെൽപ്പോട് കൂടി ഞാൻ കംപ്ലീറ്റ് ചെയ്ത ഒരു വർക്ക് തന്നെയാണ്. അവളങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായി എന്ന് ചോദിച്ചിട്ട് കേട്ടോ. ആളും നല്ല ടെൻഷനിലാണ്, കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ലേ, പരിപാടിൻ്റെ അന്നൊക്കെ എത്തില്ലേ എന്നുള്ളത്. പക്ഷേ എനിക്കും ആ ഒരു ടെൻഷൻ ഇല്ലാതില്ല. എങ്കിലും ഇവരുടെയൊക്കെ ഹെൽപ്പോട് കൂടെ ഞാനിതൊരു കംപ്ലീറ്റ് ആക്കിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതാ പണ്ടുള്ളവർ പറയണല്ലേ, നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലാണെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ എത്തുന്നേ. അപ്പോൾ അതുകൊണ്ട് എന്തിനാ ടെൻഷൻ അടിക്കണേ? ഒരു ടെൻഷനും വേണ്ട കേട്ടോ. നമ്മൾ ആ ഒരു സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ആയിട്ട് വന്നോളും. എന്നാൽ പിന്നെ ഫൈനൽ ലുക്ക് ഒന്ന് വിയർ ചെയ്ത് കണ്ടാലോ? സിസ്റ്ററിൻ്റെ ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഞാൻ വിയർ ചെയ്തതാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ വിയർ ചെയ്തിട്ട് മതി അവൾ വിയർ ചെയ്യുക എന്നുള്ള ഒരു ചെറിയൊരു അഹങ്കാരം എനിക്കില്ലാതില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയ ക്ലോത്താണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്ലോത്താണ്. ഇക്കും തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കളറായിരുന്നു കേട്ടോ ഇത്. ഞാനൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അമ്മായിമ്മക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അമ്മായിമ്മക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെന്തിനാണ് കൊടുത്തതെന്ന് വരെ ചോദിച്ച്. അമ്മാക്കും ഇനി ഇതുപോലുള്ള ഈ ഒരു കളർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം സത്യം പറഞ്ഞാൽ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഒരു കളറേ അല്ല കേട്ടോ, നേരിട്ട് കാണാൻ ഇതിലേറെ ഭംഗിയുള്ളൊരു കളറാണ്. സമയപരിധി മൂലം ഇത്ര വർക്കേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും അവളുടെ പരിപാടിൻ്റെ തലേന്നെങ്കിലും എനിക്ക് കൊടുക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഔട്ടർ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഈ ഒരു വർക്ക് ഇനിയും വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. കാരണം ഞാൻ കുറച്ചും കൂടെയൊക്കെ ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, സമയമില്ലാത്തതിൻ്റെ ഒരു പേരിലാണ് ഞാൻ വർക്ക് കുറച്ച് ചുരുക്കിയിട്ടുണ്ടായിരുന്നത്. കാണുന്ന ഭാഗത്ത് മാത്രം വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇനി അവളുടെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സാവധാനം അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്റ്റോൺ ലേസ് ഇതിമൊക്കെ വെച്ചോട് കൂടി നല്ല സിൽവർ സ്റ്റോൺ ലേസ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതിലേക്ക് മാച്ച് ഒടിച്ച് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ആ ഫ്ലവറിന് ലീഫും ഇതിമെന്ന് കട്ട് ചെയ്തുകൊണ്ട് നന്നായിട്ട് ലേസിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ഫ്ലവർ നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ തീരുമാനവും തെറ്റായിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും അർജൻറ്റായിട്ട് കിട്ടുന്ന ഓർഡറുകളൊക്കെ ഇങ്ങനെ സിമ്പിൾ വർക്ക് ചെയ്തിട്ട് ഹെവി ലുക്കാക്കുക എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ? എന്നാൽ പിന്നെ എങ്ങനെയാ, ധൈര്യമായിട്ട് ഓർഡർ തന്നോളൂ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. ഈ ഒരു ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.